മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ആളുകളുടെ ഒഴുക്ക് തുടരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായ തൊഴിലാളികളും കർഷകരും അടക്കം നിരവധി പേരാണ് ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നത്. YS അഭിനന്ദ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികായൻ വി എസ് അച്യുതാനന്ദൻ ഇന്ന് വിട പറഞ്ഞിട്ട് 4 ദിവസമായിരിക്കുകയാണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഇപ്പോഴും ആളുകളുടെ ഒഴുക്ക് തുടരുകയാണ്. ഇന്ന് 4 ദിവസമായിട്ടും ഇത്തരത്തിലേക്ക് പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. പ്രമുഖരടക്കം പല ഭാഗത്തുനിന്നും ഉണ്ട്. ഇന്ന് രാവിലെ സ്പീക്കർ AN ഷംസീർ ഇവിടെ എത്തിയിരുന്നു. വി എസിൻ്റെ വേലിക്കകത്തെ വീട്ടിലെത്തി ഭാര്യയും മകനെയും ഒക്കെ സന്ദർശിച്ച ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ഇപ്പോഴും ഇവിടെ ആളുകളുടെ എണ്ണം തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ സീറ്റ് തൊഴിലാളികൾ ആലപ്പുഴയുടെ പല ഭാഗത്തുനിന്നും ഇവിടെ എത്തുന്നു. അങ്ങനെ നിരവധി ആളുകളാണ് ഇപ്പോൾ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ദിനം തോറും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരാൻ പറ്റിയില്ല, ഇവിടെ വരാൻ പറ്റിയില്ല. ചേട്ടനാണ് ഞാൻ ആറന്മുളയിൽ നിന്ന് ആറന്മുള ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാ വരുന്നതാ. ഇന്ത്യയിൽ ഇത്രയൊരു മനുഷ്യൻ ജനിച്ചിട്ടുമില്ല, ഒട്ട് ജനിക്കാൻ പോകുന്നുമില്ല. അതെ, വീട്ടിൽ ഇരുന്നുണ്ട്. അതാണ് പത്തനംതിട്ട ആറന്മുളയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ പലരുമായിട്ട് സംസാരിച്ച സമയത്തുമൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും നേതൃത്വം നൽകുവാൻ വേണ്ടിയിട്ട് CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരാളെ ദിവസം ഇവിടെ നിയമിക്കുന്നുണ്ട്. കാരണം ആളുകളുടെ എണ്ണം ഇവിടെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന ആളുകളെയൊക്കെ തന്നെ മറ്റ് വരിവരിയായിട്ട് കണ്ട് സന്ദർശനത്തിന് ശേഷം വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന ആലപ്പുഴയിൽ നിന്നുള്ള CPM നേതാക്കൾ സജീവമായി തന്നെ ഇവിടെയുണ്ട്. നമ്മളോടൊപ്പം ഇന്നുള്ളത് CPM നേതാവായിട്ടുള്ള ആലപ്പുഴയിലെ പ്രമുഖനായ നേതാവ് CB ചന്ദ്രബാബുവാണ്. 3 ദിവസങ്ങൾ കേരളം കണ്ടത് സമാനതകളില്ലാത്ത ജനങ്ങളുടെ അവരുടെ ആ വികാര വിക്ഷോഭങ്ങളായിരുന്നു, വികാര പ്രകടനങ്ങളായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ, അതിൽ മഹാഭൂരിപക്ഷം സാധാരണക്കാരായ തൊഴിലാളികളും പാവപ്പെട്ട ആളുകളുമാണ്. അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നായിട്ട് അവർ കാണുന്നു VSനെ. അതുതന്നെയാണ് CB ചന്ദ്രബാബു വ്യക്തമാക്കുന്നത്. ഒരുപാട് ആളുകൾ, അതായത് സാധാരണക്കാരായ മനുഷ്യരായിരുന്നു VSനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നടക്കം കാണുന്ന പോലെ തൊഴിലാളികളാണ് കൂടുതലും VSൻ്റെ ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക് എത്തുന്നതും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നും വരാറുണ്ടോ? ഇല്ല, ഞങ്ങൾ തിരുവനന്തപുരം വെമ്പായം എന്ന് പറഞ്ഞ CIT തൊഴിലാളികളാണ്. ഞങ്ങൾ VSനെ കാണാൻ അന്ന് ഞങ്ങൾ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ വരണമെന്ന് ഞങ്ങൾ തോന്നി. ഞങ്ങൾ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത് ഇന്ന് വെളുപ്പിൽ ഞങ്ങൾ ഇതിനായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് അതിനായിട്ട് വേണ്ടി തന്നെ ഒന്നാണ് ഇവിടെ വരണം, സഹാക്കളെല്ലാം കാണണം. VSും എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയുള്ള അതിനുവേണ്ടി മാത്രം വന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഓരോരുത്തരുടെയും പ്രതികരണങ്ങളും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. പല ഭാഗത്തു നിന്നും ഇത്രയും ദൂരം താണ്ടി പോലും അന്ന് വരാൻ കഴിയാത്ത, കൂടെ വിലാപയാത്രയ്ക്ക് കൂടെ ഉണ്ടായിരുന്നവർ പോലും വീണ്ടും ഇവിടേക്ക് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇത്രയും ദിവസമായിട്ട് ഇവിടെ എത്തുമ്പോൾ VS ഒരിക്കലും മരിക്കുന്നില്ല എന്ന് ഇവർ ഉറക്കെ പറയുകയാണ്. തങ്ങളുടെ നേതാവ് ഈ മാത്രമാണ് ഇവിടെ നിന്ന് വിട്ടുപോയത്, തങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുമെന്ന് ഇവർ പറയുകയും ചെയ്യുകയാണ്. ഓർമ്മകൾക്ക് മുന്നിൽ ബിഗ് സല്യൂട്ട്. ആലപ്പുഴയിൽ നിന്നും ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24.